തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി നേരിട്ട് കണ്ടിട്ടാണ് ഇതുവരെയുള്ള CPM-ന്റെ വാദമുഖങ്ങൾ മുഴുവൻ ഒരു വൺ ഫൈൻ മോർണിംഗ് ഇല്ലാതാവാണ്. CPI-യും CPM-ഉം കോൺഗ്രസും എല്ലാവരുടെ അടുത്ത നിലപാട് തന്നെയാണ് ഈ കാര്യത്തിൽ. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ CPM മാത്രം അതിൽ വെള്ളം ചേർത്ത് ഏകപക്ഷീയമായി നിരുപാധികമായി എഗ്രിമെന്റ് വയ്ക്കുകയാണ്. അതല്ലേ പ്രശ്നം. ഒരു ചർച്ച പോലും മന്ത്രിസഭയിൽ നടത്തിയില്ല. ഇടതു മുന്നണിയിൽ പോലും ചർച്ച നടത്തിയിട്ടില്ല. ഒരു ഘടകകക്ഷിയുടെ സംസ്ഥാന സെക്രട്ടറി അതിശക്തമായി ഒരു പാർട്ടി മുഴുവൻ, അതിലെ മന്ത്രിമാർ, നിങ്ങളിപ്പോൾ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലെ വാർത്തകൾ, നിങ്ങൾ തന്നെ കൊടുത്ത വാർത്തകൾ എന്താ? മന്ത്രി രാജൻ അതിനെ ശക്തിയായി എതിർത്ത് ഒരു കാരണവശാലും ഒപ്പുവയ്ക്കരുത് എന്ന് പറഞ്ഞു ഇല്ലേ? ഈ ബിനോയ് വിശ്വം CPI സംസ്ഥാന സെക്രട്ടറി പരസ്യമായി വന്നതിനെതിരായിട്ട് പറഞ്ഞു. അപ്പൊ ഏത് CPI എന്നാണ് ചോദിക്കുന്നത്? നിരുപാധികം ഇത് ഒപ്പുവയ്ക്കരുതെന്നാണ്. നിരുപാധികം ഒപ്പുവയ്ക്കരുതെന്നാണ്. മറ്റു കണ്ടീഷനിലെന്താ? പണം നമുക്ക് അവകാശപ്പെട്ടതല്ലേ. കേന്ദ്രം ഒരു പദ്ധതി ഉണ്ടാക്കുമ്പോൾ ആ പണം എല്ലാ സംസ്ഥാനങ്ങൾക്കും അവകാശപ്പെട്ടാണ്. നമ്മൾ നികുതി കൊടുക്കുമല്ലേ. നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നല്ല ഇത് തരുന്നത്. അത് വേണ്ടാന്ന് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഈ കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ പറയുന്ന കണ്ടീഷൻസ് സംസ്ഥാനം ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നുണ്ട്. ഫണ്ട് മേടിച്ച് അതേ പദ്ധതി അതേ രീതിയിൽ നടപ്പിലാക്കുന്ന സംസ്ഥാനം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴും. ഒപ്പുവെച്ച് കൊടുത്തിരിക്കുക മുഴുവൻ. ഞാൻ പറഞ്ഞല്ലേ, അൺകണ്ടീഷണലായിട്ട് നിരുപാധികമായി ഒപ്പുവെച്ചിരിക്കുക. അല്ലല്ല, അവരുടെ ആ എഗ്രിമെന്റിൽ, ഇവർ ഒപ്പുവെച്ച എഗ്രിമെന്റിൽ നടപ്പാക്കണമെന്നുണ്ട്. ഇപ്പോഴത്തെ എഗ്രിമെന്റ് മനസ്സിലായി, അതുണ്ട്. താങ്കൾക്ക് തോന്നുന്നതാണ്. ഇപ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ വിശദീകരിച്ചല്ലോ. ഇത് നേരത്തെ എഗ്രിമെന്റ് വെക്കുന്ന സമയത്ത് ഈ കണ്ടീഷൻസ് ഇല്ല. അതിനേക്കാൾ കൂടുതൽ വ്യക്തത എങ്ങനെ വരുന്നത്? ആ വ്യക്തത വരുത്തിയിട്ട് താങ്കൾക്ക് തോന്നുകയാണെങ്കിൽ വേറെ എന്താ കുഴപ്പമുണ്ട്? അത് പ്രിജുഡീസറാണ്, മുൻവിധിയോടുകൂടി സംസാരിച്ചത്. അല്ല, നമ്മൾ ആലോചിക്കും, നമ്മൾ ഇതിന്റെ എതിർപ്പ് അറിയിക്കും, ഈ പരിപാടി നടപ്പാക്കില്ലെന്ന് അറിയിക്കും. ഉറപ്പായിട്ടും അത് കോൺഗ്രസ് സ്റ്റാൻഡാണ്. ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല. കർണാടക ഗവൺമെന്റും തെലങ്കാന ഗവൺമെന്റും അറിയിച്ചിട്ടുണ്ട് പുതിയ കണ്ടീഷൻസ് വന്നപ്പോൾ ഈ നിബന്ധനകൾ അംഗീകരിക്കില്ല.